50 വർഷത്തിലധികമായി കോടതി വ്യവഹാരങ്ങളിൽ തർക്കത്തിൽ ഉൾപ്പെട്ട് കടന്നിരുന്ന ഒരു പ്രശ്നത്തിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കോടതി കേസുകളുടെ അല്ലെങ്കിൽ ആ കാലയളവിലുണ്ടായ സംഭവവികാസങ്ങൾ അതിൻ്റെ നാൾവഴികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ പോലീസ് ഒഴിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞ് അന്നൊരു വിഷയമൊക്കെ ഉണ്ടാകുന്നത്. അത് 15ാമത്തെ തവണയാണ്. 14 തവണ മുൻകാലങ്ങളിൽ പോലീസ് ഒഴിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. 15ാമത്തെ തവണ ഇവിടെ വന്നു. ആ വിഷയങ്ങളൊക്കെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട MLAയും MP യും ഒക്കെ ഇവിടെയുണ്ട്, കളക്ടറൊക്കെ ഇവിടെയുണ്ട്. ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഈ പരിയത്തുകാവിലെ ഈ ദളിത് കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല എന്ന ഒരു ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിന് രമ്യമായ ഒരു പരിഹാരം കോടതിക്ക് പുറത്ത് കാണാൻ ശ്രമിക്കും എന്നുമുള്ള ഒരു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ചകളുമായി മുന്നോട്ട് പോയത്. നിരവധി തവണ ചർച്ച ചെയ്യേണ്ടി വന്നു. മണിക്കൂറുകളോളം പാതിരാത്രി വരെ ഞങ്ങൾ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇരു കൂട്ടരുമായിട്ടും അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉൾപ്പെടെ നിയമോപദേശങ്ങളൊക്കെ ലഭിച്ച് അങ്ങനെ എല്ലാവരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. അന്ന് ചർച്ചയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ തന്നെ 5 സെൻറ്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വീടും നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ഈ 5 സെൻറ്റ് വീതം ഭൂമി ഈ ഭൂവുടമകൾ വിട്ടു നൽകാനായിട്ട് തയ്യാറായി. അവിടെ ഈ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇത് എത്രയും വേഗം ഞങ്ങൾ പറഞ്ഞത് അന്ന് ചർച്ചയിൽ പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും, അല്ലെങ്കിൽ ഒരു 10 മാസത്തിനുള്ളിൽ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ ആ പറഞ്ഞ സമയത്തിന് നേരത്തെ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ഉന്നയിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നതും ഞങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നു. ബഹുമാനപ്പെട്ട MP ഇവിടെ സന്നിഹിതനാണ്. ഞാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ റവന്യൂ മന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും എല്ലാവരും നിരന്തരമെന്നവണ്ണം ബന്ധപ്പെടുകയും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാവരും, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നമ്മുടെ MLA MP എല്ലാവരും ഇതുമായിട്ട് സഹകരിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിലെല്ലാം ഉപരിയായി ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഈ 5 പതിറ്റാണ്ടിലധികം ഇരുവശങ്ങളിലുമായി നിന്ന് കേസുകൾ നടത്തിയ 2 വിഭാഗങ്ങളും, ഇവിടുത്തെ ഈ ദളിത് കുടുംബങ്ങളും അതുപോലെ തന്നെ മറുവശത്ത് ഇതിൻ്റെ ഭൂവുടമകളും, അവർ 2 കൂട്ടരും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, സഹകരണ മനോഭാവത്തോടു കൂടി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ പോലീസ് എല്ലാവരും ഇതുമായിട്ട് വളരെയധികം സഹകരിച്ചു. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ റൂറൽ SP നേതൃത്വത്തിലുള്ള പോലീസ് ടീമും ഒക്കെ ഈ വളരെയധികം സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്, അവിടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ സ്ഥിതിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചത്. നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ സർക്കാരുകൾ കോടതിയുടെ സാങ്കേതികത്വത്തിനപ്പുറത്ത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിനപ്പുറത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചാൽ അത് നമുക്ക് സാധ്യമാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പറഞ്ഞ സമയത്തിന് മുൻപേ ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.